വിശ്വസിച്ചിരുന്ന അവർ ഖുർആനിൽ 5-ാം അധ്യായം 90-ാമത്തെ ആയത്ത് അവതരിച്ചു എന്ന് ഒരു കൊച്ചു പയ്യൻ മാർക്കറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ വായിലേക്ക് കൈയിട്ട് മദ്യം ഛർദിച്ചു. ഡ്രസ്സിൽ മദ്യം അവർ ഡ്രസ്സ് മുറിച്ചു കളഞ്ഞു. എന്നേക്കുമായി അബ്കാരി കോൺട്രാക്ടർമാർ വരെ ആ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടവൻ നിർത്തി. ഞാൻ ചോദിക്കട്ടെ, ആ സഹാബികളുടെ മനസ്സ് മുജാഹിദിനും സുന്നിക്കും ജമാഅത്തിനും ഒക്കെ ഉണ്ടോ? അതായത് ഒരു പ്രസംഗം കേട്ടിട്ട് ഇന്നലെ വരെ വിശ്വസിച്ചൊരു കാര്യം തെറ്റാന്ന് ഇങ്ങോട്ട് ബോധ്യപ്പെട്ട ഇനി ആ തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് സഹാബികൾ തീരുമാനിച്ച പോലെ തീരുമാനിക്കാൻ. പ്രവാചകന്റെ ഹജ്ജ് പ്രസംഗത്തിലെ പലിശ ഹറാമാക്കിക്കൊണ്ട് വചനം ഇറങ്ങി. 2-ാം അധ്യായം 278-ാമത്തെ വചനം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സദസ്സത്ത് കേട്ട് എണീറ്റ് ചോദിച്ചു, അല്ല മോനെ അങ്ങനെ ഉണ്ടായോ, പലിശ ഹറാമാക്കിയോ എന്ന് പറഞ്ഞു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പലിശന്റെ മരം. പക്ഷെ ഈ ആയത്ത് കേട്ട് ഇറങ്ങിയപ്പോ എന്നാ ഇനി എനിക്ക് പലിശ വേണ്ട. ലക്ഷക്കണക്കിന് പലിശ കിട്ടാനും പണത്തോട് ആർത്തി ഉണ്ടായിരുന്ന ഒരു സഹാബി പലിശ തെറ്റാന്ന് ബോധ്യപ്പെട്ടപ്പോ അപ്പം നിർത്തി. അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഒരു സുന്നിക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, അവൻ പരലോകമല്ല പ്രതീക്ഷിക്കുന്നത്, ഇഹലോകമാണ്. ഏതൊരു മുജാഹിദിനും എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ബോധ്യപ്പെടുന്നതാണ്. അത് ബോധ്യപ്പെട്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്ത് ബോധ്യപ്പെട്ടാൽ അതപ്പടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെയും. കാരണം ഭൗതിക താല്പര്യമില്ലാതെ അയാൾ സ്വർഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പലപ്പോഴും നമുക്കില്ല. മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിഅ അല്ലേ, വിശുദ്ധ ഖുർആൻ പറ മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിഅ. എന്നിട്ട് അല്ലാഹു പറയുന്നത് കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. കക്ഷികളായി പിരിഞ്ഞ ആളുകൾ അവരുടെ കക്ഷിത്വത്തിൽ സ്വയം സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ്. അവരവരുടെ പാർട്ടിയെ ശരി നിന്നങ്ങനെ വിശ്വസിച്ചു പോവുകയാണ് എന്ന് അല്ലാഹു 30-ാം അധ്യായം സൂറത്തുർ റൂം 32-ാമത്തെ വചനമാണ്. അപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെട്ട കാര്യം തിരുത്താൻ നമ്മൾ സന്നദ്ധരാകും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് വിശുദ്ധ. നോക്കൂ നിങ്ങൾ, മൊഹിദ്ദീൻ മാലയെ പറ്റി ഇപ്പൊ നടന്നൊരു പഠനം. എന്താ, ഖാലി മുഹമ്മദ് മൊഹിദ്ദീൻ മാല രചിക്കുന്നതിന്റെ 10 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാണ് ഖാലി മുഹമ്മദ്. കൃത്യമായ തെളിവ്. സത്യത്തിൽ മൊഹിദ്ദീൻ മാല ഇത് വേറെ ആരോ ആണ്. ഈ മൊഹിദ്ദീൻ മാലയുടെ 400-ാം വാർഷികം കൊണ്ടാടേണ്ട ഗതികേട് മുസ്ലിം ഉമ്മത്തിനുണ്ടോ? ആ ശിർക്കിന്റെ ചവറ്, ആ വിദേഹത്തിന്റെയും തോന്നിയാസത്തിന്റെയും ചവറ്, അതിന്റെ ആഘോഷം നടത്തേണ്ടവനാണോ തൊപ്പിയും തലപ്പാവും അതുപോലെ താടിയും തലപ്പാവും ജുബ്ബയും ഒക്കെ ഇട്ട മുസ്ലിമിന് അങ്ങനെ ഒരു ഗതികേടുണ്ടോ? ഏതോ ഒരു ജൂതൻ എഴുതി തന്ന ഒരു കിതാബ് വായിക്കേണ്ട ഗതികേട് മുസ്ലിമിനുണ്ടോ? ഖുതുബിയത്ത് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു കിതാബ് വായിക്കേണ്ട അവസ്ഥ മുസ്ലിമിനുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഗതികേട് ഉണ്ടായിട്ടില്ല. സഹാബികൾക്ക് ആർക്കും ഈ ഗതികേട് ഉണ്ടായിട്ടില്ല. അവര് ഖുർആൻ വായിച്ചു, മുജാഹിദുകൾ അത് ഇന്നും വായിക്കും. അവര് ഹദീസ് പഠിച്ചു, മുജാഹിദുകളും ഇന്ന് ഹദീസ് പഠിക്കും. അതല്ലാതെ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്ക് ഖുതുബാത്ത്, തബ്ലീഗ് ജമാഅത്തിന് ഫളായിലെ നമാസ്, ഫളായിലെ ഹജ്ജ്, സുന്നികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഖുതുബിയത്ത്, മൊഹിദ്ദീൻ മാല, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ 7-ാം നൂറ്റാണ്ടിലെ ബുർദത്തുൽ ബൂസീരി. മുജാഹിദുകൾക്കോ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, അതുപോലുള്ള സഹാബികളൊക്കെ ഓതിയ ഖുർആൻ തന്നെ ഓല കയ്യിൽ. ആരാ ശരിക്കും അവരുമായി ബന്ധപ്പെട്ടവർ? നിങ്ങൾ ആലോചിക്കുക, ആർക്കാണ് അവരുമായി ബന്ധം? ആരാണ് അവരോട് അടുത്തിരിക്കുന്നത്? അത് വല്ലാത്തൊരു ചോദ്യമല്ലേ സഹോദര? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും ദീനുമായി അടുത്തു നിൽക്കുന്നവരാരാ ശരിക്കും? സുന്നികളാണോ, മുജാഹിദാണോ, ജമാഅത്താണോ, മറ്റു പ്രസ്ഥാനക്കാരാണോ? ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ കൊട്ടപ്പുറത്തൊരു വാദപ്രതിവാദം നടന്നു. ഞാൻ ഉദാഹരണം പറയാം, എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഉദാഹരണങ്ങളാ പറയും. കൊട്ടപ്പുറത്തൊരു വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിൽ മുജാഹിദ് പക്ഷത്തു നിന്ന് ഖന്തക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയ ബെയ്ത്ത് ചൊല്ലിക്കൊണ്ട് മുജാഹിദ് പക്ഷത്തു നിന്ന് പ്രസംഗം തുടങ്ങി. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിത്തിൽ അഖ്ദാമ ഇല്ലാകിനാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാമം കൊണ്ട് റസൂൽ ചൊല്ലുകയും സഹാബികൾ ഏറ്റു ചൊല്ലുകയും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോലും ആ യുദ്ധത്തിന്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നിടത്ത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത ആ ബെയ്ത്ത് ചൊല്ലിക്കൊണ്ട് മുജാഹിദുകൾ തുടങ്ങി. പക്ഷേ സുന്നി പക്ഷത്തുള്ളവരോ മൊയ്തീൻ ശൈഖിനെയും റസൂലിനെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി.
ഇത് രണ്ടും കേൾക്കുന്ന ഒരു സുന്നി പ്രവർത്തകൻ കാന്തപുരം ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഉസ്താദേ, നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് എന്നാണല്ലോ പറയുന്നത്. അതെ, നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. ഉസ്താദെ, കൊട്ടപ്പുറത്ത് ഒരു വാദപ്രതിവാദം നടന്നിട്ടില്ലായിരുന്നോ? അതെ മോനെ. ഉസ്താദെ, കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നടക്കുമ്പോ മുജാഹിദുകൾ പിഴച്ചവരെന്നല്ലേ ഉസ്താദെ നമ്മൾ പറഞ്ഞു? അതെ. ഉസ്താദെ, നമ്മൾ സത്യത്തിന്റെ ആളുകളൊന്നും അല്ലേ പറഞ്ഞത്? ഉസ്താദെ, അങ്ങനെ തന്നെ. അപ്പൊ കുട്ടിയുടെ ചോദ്യം, എങ്കിലും ഉസ്താദെ, അവിടെ പ്രസംഗം തുടങ്ങി ഹംദും സലാത്തും ചൊല്ലി ആയത്തുദ്ധരിച്ചതിന് ശേഷം റസൂല് ചെല്ലുകയും റസൂലിന്റെ തിരുനാവ് കൊണ്ട് ചെല്ലുകയും സഹാബികൾ ഏറ്റ് ചെല്ലുകയും ചെയ്ത ഒരു ബെയ്ത്ത് ചൊല്ലിക്കൊണ്ടാണ് മുജാഹിദുകൾ ആരംഭിച്ചത്. ഉസ്താദെ, നമ്മളോ നബി ചെല്ലാത്ത, സഹാബികൾ ചെല്ലാത്ത, താബീങ്ങൾ ചെല്ലാത്ത, താബീങ്ങൾ ചെല്ലാത്ത, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെല്ലാത്ത എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആരോ ഉണ്ടാക്കി തന്ന കിതാബ് വാശിയോടുകൂടി നെഞ്ചിലേറ്റി ആ ബെയ്ത്ത് ചെല്ലുന്ന നമ്മൾ പറയുന്നത് നമുക്കാണ് റസൂലും സഹാബികളുമായിട്ട് ബന്ധം. എന്നാ റസൂലും സഹാബികളും കഴിഞ്ഞിട്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു കിതാബിലെ ബെയ്ത്താണ് നമ്മൾ ചെല്ലിയത്. എന്നാ മുജാഹിദുകളോ റസൂല് ചെല്ലുകയും സഹാബികൾ ഏറ്റ് ചെല്ലുകയും ചെയ്ത് അല്ല ഉസ്താദെ, എനിക്കൊരു ലേശം വിവരമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂല് ചെല്ലുകയും സഹാബത്ത് ഏറ്റ് ചെല്ലുകയും ചെയ്തവർ പിഴച്ചവരും അള്ളാന്റെ റസൂലും സഹാബത്തും താബീങ്ങളും താബീങ്ങളും ആരും ചെല്ലാത്ത ചെല്ലിയ നമ്മൾ മുഅ്മിൻ എന്ന് പറയാൻ എനിക്ക് നിങ്ങളെ പോലെ മാനസിക രോഗമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉസ്താദിന് പിന്നെ എന്ന് പറയല്ലാതെ പിന്നെ അതിൽ വേറെ വാക്കില്ല. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനത്തതാണ്, ഞങ്ങളുടെ തെളിവുകളും അങ്ങനത്തതാണ്. ഇന്ന് ഹോജ പറഞ്ഞു എന്നല്ല, ആ ഹോജന്റെ പേര്, ആ ഹോജ ജീവിച്ച കാലം, ആ ഹോജ ജീവിച്ച ടൈം, ആ ഹോജയെ പറ്റി ലോകത്ത് മുഹദ്ദിസീങ്ങൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടാ ഞങ്ങൾ അവതരിപ്പിക്കുക. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം മനുഷ്യകുലം ഉൾക്കൊള്ളണം. വാശിയുടേതല്ല, വൈരത്തിൻ്റെതല്ല, നരകത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെതാണ് ഈ കാര്യം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് മുസ്ലിം സമൂഹത്തിലുള്ള ഓരോ വാദങ്ങളും, ഓരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തപ്പോ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നോടാണ്, എനിക്ക് മാത്രമേ അള്ളാഹുവിനോട് തേടാൻ അവകാശമുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ഒരാൾക്കും അള്ളാഹുവിനോട് നേരിട്ട് തേടാൻ അവകാശമില്ല, എനിക്ക് മാത്രമേ അള്ളാഹുവിനോട് നേരിട്ട് തേടാൻ അവകാശമുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തിരുനാവ് കൊണ്ട് സഹാബികളെ പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ സഹാബികളിൽ ആരെങ്കിലും, ആ സഹാബികൾ ഇൽമ പകർന്നു കൊടുക്കുന്ന സദസ്സിനോട് നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് തേടാൻ അവകാശമില്ല, അധികാരമുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് മുഹമ്മദ് നബിയാണ്, അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് തേടാനുള്ള പെർമിഷൻ അതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ച, എഴുതിയ, പഠിപ്പിച്ച, ദർസ് പഠിപ്പിച്ച ഒരു സഹാബി ആര്? എന്താ അങ്ങനെ ചോദിക്കാൻ? സുന്നികളുടെ പുതിയ രീതി അതാണ്. AP സുന്നികൾ കേരള ജനതയെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് തേടാൻ മനുഷ്യരായി നബിക്കല്ലാതെ ലോകത്തൊരാൾക്കും അവകാശമല്ല. അള്ളാഹിനോട് പള്ളി കയറുമ്പോ, നമ്മൾ ഈ പള്ളി കയറുമ്പോ അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക, AP സുന്നികൾ പറയാൻ ഇനി പറയാൻ പാടില്ല. വാഹനത്ത് കയറുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ എന്ന് പറയാൻ നമുക്ക് പാടില്ല. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പ്രാർത്ഥിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ പാടില്ല. റസൂല് പഠിപ്പിച്ച അള്ളാഹുവിനോട് നേരിട്ടുള്ള ഒരൊറ്റ പ്രാർത്ഥനയും നമുക്ക് പറയാൻ അവകാശമില്ല. അത് പറയാൻ അവകാശം റസൂലിന് മാത്രമേ ഉള്ളൂ എന്ന് കാന്തപുരം ഉസ്താദിന്റെ പ്രസിദ്ധീകരണം 2007 ഡിസംബറിൽ പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, കൊണ്ടോട്ടിയിലെ സുന്നികളോട് നിങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് നമ്മൾ മാത്രമല്ല, 2007 ജനുവരിയിൽ കാന്തപുരം ഉസ്താദ് പറയുന്നത് എന്തറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് നേരിട്ട് തേടലാണ്. ഇത് കാന്തപുരം ഉസ്താദ് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് നേരിട്ട് തേടലാണ്. 2007 ജനുവരിയിൽ പറയുന്നത്
ജനുവരി കഴിഞ്ഞ് ഡിസംബർ 11 മാസം കഴിയുമ്പോഴേക്ക് ഇവരെ വാദം എന്തായി? അള്ളാഹിനോട് നേരിട്ട് നേടാൻ നമ്മളാരാ? എന്ത് വലിയ വ്യത്യാസമാണിത്. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒറിജിനലിൽ നിന്ന്. ഇതുണ്ട് നിങ്ങൾക്ക് കാന്തപുരം ഉസ്താദാണ്. ആരാണ്? കാന്തപുരം ഉസ്താദാണ്. ഇവിടെ AP കാന്തപുരം. കാന്തപുരം ഉസ്താദാണ്. ഈ പുസ്തകത്തിൽ കാന്തപുരം ഉസ്താദ് 2007 ജനുവരിയിൽ പറയാണ്. എന്താ പറയുന്നത്? 12ാമത്തെ പേജിൽ നീ വായിച്ചേരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന വിശ്വാസം മനസ്സിലെ സർവ്വബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അന്ധവിശ്വാസത്തിൽ നിന്നും വിദ്യകളിൽ നിന്നും വേർപെടുത്തുന്നു. അടിമത്തത്തിനും ചൂഷണത്തിനുമെതിരെ സമരസജ്ജരാക്കുന്നു. മനസ്സിലെ ആത്മധൈര്യവും പ്രതികരണ ശേഷിയും നേടിക്കൊടുക്കുന്നു. അടുത്ത വാചകം എന്താ അറിയോ? നിങ്ങൾ കേൾക്കി, നിങ്ങൾ ഇത് ഇസ്ലാമിന് ബാഹ്യശക്തികൾ ചെയ്യുന്നതിനേക്കാൾ ദുൽമ് അവർ ചെയ്യുന്നു ലോക മുസ്ലിമീങ്ങളോട്. സിമിക്കാരും NDF-കാരും കൂടി വിതരണം ചെയ്യുക ഈ പുസ്തകം തിരുവനന്തപുരത്തൊക്കെ. ഞാൻ വായിച്ച് കേൾപ്പിച്ച രംഗക്ക് നോക്കൂ. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്തവരോട് അങ്ങോട്ട് ജിഹാദ് നടത്തേണ്ടതില്ല. നോക്കൂ, ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രം അങ്ങോട്ട് യുദ്ധം ചെയ്യുക എന്ന വാദമല്ല ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും. ഏത് പണ്ഡിതനാ പറഞ്ഞത്? സയ്യിദ് അസ്ഹറുൽ ബന്ന പറഞ്ഞിട്ടുണ്ടാവും, സയ്യിദ് ഖുത്ബ് പറഞ്ഞിട്ടുണ്ടാവും, അബ്ദുല്ലാ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ടാവും. ലോകത്ത് ഖുർആൻ തിരിഞ്ഞ ഒരു പണ്ഡിതനും ഏത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രമല്ല അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാ? ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോടെ യുദ്ധം ചെയ്യാവുന്ന സൂറത്ത് ബഖറയിലെ 190 പറഞ്ഞു. അല്ലാത്തവരോട് യുദ്ധം ചെയ്യരുത് അല്ലാഹു പറയാ. അതിന് നേരെതിരെ. എന്നിട്ട് വാചകം എന്താ അറിയാം? അടുത്ത വാചകം, മറിച്ച് സത്യനിഷേധികൾ ഇസ്ലാം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജിസിയ നൽകി കിയോതിങ്ങാൻ തയ്യാറാവുകയോ ചെയ്യാത്ത പക്ഷം നാട്ടിൽ സമാധാനത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന സത്യനിഷേധികളോട് പോലും യുദ്ധം ചെയ്യണമെന്നാണ് പണ്ഡിതമതം എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞ എന്താ? ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടില്ല. എന്ത് ഹറാമാക്കിയിട്ടില്ല? നിങ്ങളോട് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത അമുസ്ലിങ്ങൾക്ക് അൻതബറൂഹും നിങ്ങൾ പുണ്യം ചെയ്തു കൊടുക്കണം. വതുഖ്സിതൂ ഇലൈഹിം നിങ്ങൾ അവരിലേക്ക് നീതി കാണിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്തവരോട് നമുക്ക് എന്താ പറയാൻ? ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ മതവുമായിട്ട് ജീവിച്ചോളൂ. ഞങ്ങളെ മതത്തിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കല്ലേ, നിങ്ങൾ അക്രമം ഉണ്ടാക്കല്ലേ, ഞങ്ങളെ തല്ലല്ലേ, കൊല്ലല്ലേ, ഉന്മൂലനം ചെയ്യല്ലേ എന്ന് പറഞ്ഞ മതം. പക്ഷെ ഇവിടെ പറയുന്നതോ സമാധാനം. നിങ്ങൾക്കറിയാലോ, യുദ്ധരംഗത്ത് പോലും 50 ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോ ആ 50 ശത്രുക്കളുടെ ഭാര്യമാരെ തൊടാൻ നമുക്ക് അവകാശമില്ല. അവർക്ക് ആരാധന നടത്തി കൊടുക്കുന്ന മഠാധിപതികളെ നമുക്ക് തൊടാൻ അവകാശമില്ല. അതിൽപ്പെട്ട തായിഫിൽപ്പെട്ട ഒരു സ്ത്രീ കൊല്ലപ്പെട്ടപ്പോഴാണല്ലോ റസൂലുള്ള വൈകാരികമായി പ്രതികരിച്ചത്. ആരാത് ചെയ്തത്? ഒരു ശത്രുക്കളുടെ പക്ഷത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ പോലും ത്വൽഹാ റളിയല്ലാഹു അൻഹു ആണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ മുസ്ലിം അല്ലായിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. നബി എന്നെ അത്രത്തോളം ചീത്ത പറഞ്ഞു. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു അമുസ്ലിമിനെ ഞാൻ കൊന്നുപോയി. അത്ര വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആള് യുദ്ധരംഗത്ത് പറഞ്ഞു ഏതാ, എന്നിട്ട് വരെ കൊന്നു. ഈ സംഭവത്തിൽ നബി അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചു. പിൽക്കാലത്ത് ചരിത്രം പറയാ, മുസ്ലിങ്ങൾ തമ്മിൽ പിന്നീട് കക്ഷിത്വമുണ്ടായി, യുദ്ധം ഉണ്ടായല്ലോ, സഫീൻ യുദ്ധം, അതുപോലെയുള്ള യുദ്ധങ്ങള്. ആ കാലത്ത് ത്വൽഹാ റളിയല്ലാഹു രണ്ട് കൂട്ടരിൽ നിന്ന് മാറി നിന്നുന്ന കാരണം എന്താ? യുദ്ധരംഗത്ത് പോലും രക്ഷപ്പെടാനാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ തന്നെ കൊല്ലാൻ പാടില്ല. അപ്പൊ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലാൻ പറ്റും? അതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ ഖൈറ സബീലിൽ മുഅ്മിനീൻ എന്നുള്ളത് അടിവരയിട്ട സലഫി മനഹജാണ്. അതായത് മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം അത് നമ്മൾ അവലംബിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, ഇപ്പൊ അവിടെ ഒരു കൊടി, എന്ത് കൊടി? വിശ്വാസികൾ അതൊക്കെ ഒഴിവാക്കണം. ക്ഷേത്രത്തിലുള്ള നിലവിളക്ക്, ക്ഷേത്രത്തിലുള്ള എല്ലാ ആചാരവും നിങ്ങൾ നോക്ക്. നമ്മൾ ഒരു മന്ത്രി നിലവിളക്ക് കൊളുത്തൂല എന്ന് പറഞ്ഞപ്പോ വലിയ വിവാദം. അതേ എന്നിട്ട് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഇസ്ലാമിന്റെ ആചാരത്തിനെതിരാണ്, ആരാധനക്കെതിരാണെന്നുണ്ട്. CM മക്കാമിൽ പിന്നെ ഏത് പിശാചാണ് വലിയ നിലവിളക്ക് കൊണ്ടുവച്ച്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹൈന്ദവ ക്ഷേത്രത്തിലെ നിലവിളക്ക്, അതേ നിലവിളക്ക് മുസ്ലിമിന്റെ, എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഏത് ദീനനുസരിച്ചാണ് നിങ്ങളുടെ ന്യായീകരണം?
അല്ലേ? നോക്ക്, ഇവിടെ ചന്ദനക്കുളം, എന്നിട്ട് ആന ചവിട്ടിയിട്ട് കുടലൊക്കെ പുറത്ത് കടുക. എന്നിട്ട് അന്നുണ്ടല്ലോ തട്ടേക്കാട്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നൊരു ആനനെ കൊണ്ടുവന്ന്. ആനന്റെ പേര് പ്രഭു എന്നായിരുന്നു. അതിനും മതളകി, അത് പ്രഭുത്വം കാണിച്ച് ചാപിട്ടി കുട്ടി കളഞ്ഞില്ലേ ആനനെ. നിങ്ങൾ നോക്ക്, പരിശുദ്ധ കാബത്തിന് നേരെ ആനനെയും കൊണ്ട് വന്നപ്പോ പചാലവും കാസ്ഫിമക്കുൽ ഖുർആൻ പറയുന്നത്, ആന പള്ളിയിലെത്തി വരാൻ പാടില്ല, ചുട്ട് പൊസിച്ചിടുവേ എന്ന്. മനസ്സിലായോ? അല്ലെ? പക്ഷെ ഈ നേർച്ച സ്ഥലങ്ങളിലൊക്കെ എന്താ പൈസ ഉണ്ടാക്കല. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഇംഗ്ലീഷ് പറയല ഹറാമായി, അല്ലെ? ഇംഗ്ലീഷ് പറയല് ഹറാമായി. എന്നിട്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തും അതുപോലെ ഭീമാ പള്ളിയിലും പ്രോഗ്രാം നോട്ടീസ് ഇറക്കുമ്പോ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും. അതെന്തിനാ? കോവളത്ത് നല്ല ബ്രിട്ടീഷുകാർ വരലുണ്ട്, ഓലത്തുനിന്ന് കിട്ടുന്ന ചിക്കിളി പോയി പോണ്ട, അതുകൊണ്ട് പ്രോഗ്രാം ഇംഗ്ലീഷില്. പിന്നെ ബോർഡർ ആണല്ലോ തൊട്ടടുത്ത് നിൽക്കുന്നത്, ഏതാ? നാഗർകോവില്, എനയം, തേങ്ങാപട്ടണം, അങ്ങനെ. അതുകൊണ്ട് അണ്ണമാർകളെ തൈമാറുകളെ വരുവീങ്കളാ, എന്താ ഉറൂസ് പാത്തിട്ട് പോങ്കളാ, പുലൂസ് തന്നിട്ട് പോങ്കളാ, അപ്പടിതാ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തമിഴില് എന്താ? ചിക്കിളി കിട്ടേണ്ട ആള് ചിക്കിളി ഒഴിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഖുതുബ അറബിയിലും പിരിവ് മലയാളത്തിലും ആക്കിയത്. കാരണം പുലൂസ് പിരിവിന് അറബി പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിയൂല, അതുകൊണ്ട് മലയാളത്തിൽ. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഈ തട്ടിപ്പിനെ പറ്റി പറയുമ്പോ ഞങ്ങൾ ഉസ്താദുമാരെ പറ്റി പറഞ്ഞല്ലോ. നിങ്ങൾ ഉസ്താദുമാർ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുക. നിങ്ങൾ കല്ലെറിയുമ്പോ നിങ്ങൾ കൂക്കുടിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ കൂടെ കിടന്ന് കോയിറച്ചി ഇങ്ങനെ കടിച്ച് വലിച്ച് AC കാറിൽ കയറുമ്പോ ഇതിന്റെ കൂടെ നരകത്തിലുണ്ടാകണേ എന്ന് പറയുന്ന കൂട്ടുകാരാ നിങ്ങളെ കൂടെ ഉള്ളത്. ഞങ്ങളതല്ല. നിങ്ങൾ കല്ലെറിയുമ്പോ കൂക്ക് വിളിക്കുമ്പോ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നന്മ അത് ആഗ്രഹിച്ചിട്ടാ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറേ നാളെ ഉറൂസ, നബീന്റെ മദീനത്ത് ആണ്ട് ഉറൂസ് ഒക്കെ നടക്കുകയാണ് നാളെ. അതുകൊണ്ട് ആന എന്നുള്ളത് ഞാൻ ആയിക്കോളാം, ആനപ്പുറത്ത് ഞാൻ ഇരുന്നോളാം, ഞാൻ ഒരു ഭരണാധികാരിയല്ലേ, ആനപ്പുറത്ത് ഞാൻ. പിന്നെ ചെണ്ട പൊട്ടുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ കതിനവെടിപ്പാരെ ഏൽപ്പിക്കുക, നമുക്ക് ഉസ്മാൻ ഗഫാർ തന്നെ ഏൽപ്പിക്കാം. ഇങ്ങനെ ഒരു ചടങ്ങോ ചര്യയോ അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് നോക്ക് നിങ്ങൾ പിറ്റേന്ന് ടെണ്ടണെ ഇങ്ങനെ ആനപ്പുറത്ത് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്, മറുഭാഗത്ത് ഉസ്മാൻ ഇങ്ങനുണ്ട്. ഒരു മതം എടോ, ഇത് ഹിന്ദുവിന്റെ ആചാരമാണ്, അനുഷ്ഠാനമാണ്. ആ ഹൈന്ദവന്റെ ആചാരം ഇസ്ലാമല്ല. ആ ആചാരത്തെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പൈലിസാർ എന്ന് പറഞ്ഞിട്ട് ഒരു പൈലിസാർ ലേഖനം, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മനുഷ്യമതം എന്ന് പറഞ്ഞിട്ട്, ഏറ്റവും ലേറ്റസ്റ്റ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ആ പുസ്തകത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ പള്ളിയിൽ വഴിപാടായി പണമെറിയുന്ന സമ്പ്രദായം റസൂലിന്റെ കാലത്തോ ഇസ്ലാമിലോ ഉണ്ടായിരുന്നില്ല. മക്കത്തും മദീനത്തും അങ്ങനെ ഒരു കാണിക്ക വഞ്ചി വെച്ചിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് ഡോളർ അവിടെ വന്നു പോകുക, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇനി നിങ്ങൾ ആലോചിക്കണം, ഭീമാ പള്ളിയിൽ ഒരു കിണറുണ്ട്. ഭീമാ പള്ളിയില് ഒരു കിണറ്, ആ കിണറിന് കുളിച്ച എല്ലാ രോഗവും മാറുന്ന. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കൂ, സംസം കിണറിന്റെ ഉത്തരവാദിത്തങ്ങാനും EKAP സുന്നികളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര കെന്നാസ് വിറ്റ് കോടിക്കണക്കിന് ഉറുപ്പിയുണ്ടാക്കി അടയിരുന്ന് കളയായിരുന്നു കൗമ്. ഏത് ഒരു ഗുണവുമില്ലാത്ത പച്ചവെള്ളം വിറ്റ് ചട്ടിപ്പടിയുന്നും മുട്ടിപ്പടിയുന്നും ഒക്കെ ഞാൻ പറയുന്നല്ല, റഹ്മത്തുള്ളാഹി ഖാസിബി മുത്തടം പറയുന്ന. ഇത് അവിടെ ഉള്ള വെള്ളമൊക്കെ ഏത് സാധാ കിണറിലെ സംസത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ കാന്തപുരത്തിനൊക്കെ ഏൽപ്പിച്ചിരുന്നു. എന്റെ റബ്ബേ, മൂപ്പരെ നോക്കാൻ നമ്മൾ ഇങ്ങനെ നോക്കേണ്ടിയിരുന്നു. കോടിക്കണക്കിന് ഉറുപ്പി അതിന്റെ മോളിൽ കയറി കുത്തിരിക്കും മൂപ്പര് സംസം വിറ്റിട്ടേ. പക്ഷെ അള്ളാഹു അത് സെലഫികളെ ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയോ, സെലഫികളുടെ കയ്യിൽ ആ സംസല്ലുണ്ടല്ലേ, നിങ്ങൾക്കൊക്കെ 10 ലിറ്റർ വെറുതെ കയ്യാട്ടി കൊണ്ടുവരാൻ കഴിഞ്ഞേ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെപ്പോഴെങ്കിലും? AP ഉസ്താദിനൊന്ന് ഏൽപ്പിച്ചു നോക്കി, ഒരു ഒറ്റ കൊല്ലോ നിങ്ങൾ പോകുന്നവർക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. 10 ലിറ്ററിന് ചിലപ്പോ 10 കോടി കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ റഹ്മത്തുള്ളാഹി ഖാസിമി ആണെങ്കിൽ നെറ്റ് ഉണ്ടാവില്ല. കാരണം എന്തറിയോ, ഇത്തരമുള്ള കുപ്പിക്ക് 25,000 വാങ്ങിയ മനുഷ്യനാ മൂപ്പര്. ഇത്തരമുള്ള 2 കുപ്പി വെള്ളത്തിന് 25,000 മൂപ്പരെ സംസമിന്റെ ഏൽപ്പിച്ചാലോ ഇത്തരമുള്ള ഒരു കുപ്പി തരൂ 2.5 ലക്ഷം. അജ്ജിനോ 1.25. അള്ളാന്റെ അടുത്തേക്കുള്ള പരിശുദ്ധ അജ്ജിന് ഒരു 1.25 മതി. കുപ്പിവെള്ളത്തിനോ 2.5 ലക്ഷം. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഞാനിപ്പോ കുറച്ചു മുമ്പ് മക്കത്ത് ചെന്നപ്പോ ഉഹുദ് മല കുറച്ചൊക്കെ വലുപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പോയപ്പോ ഉഹുദ് മല ഒന്നുകൂടി താന്നിക്ക്. എന്താ സംഗതി അറിയോ? പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ഷിയാക്കളും സുന്നികളും മണ്ണ് മാന്തി കുപ്പിയിലാക്കുക. അതുകൊണ്ട് വല്ല ഉഹുദ് മല ഇടിക്കാനുണ്ടെങ്കിലും ബുൾഡോസർ ഒന്നും കൊണ്ടുവരണം, നിങ്ങൾ വില ഏൽപ്പിച്ചാൽ ഒരു മാന്തി ശരിയായി തന്നോളൂ. മനുഷ്യന്റെ വിശ്വാസത്തിലെ ജീർണതകൾ. അതുകൊണ്ട് സിട്ടാവിന്റെ സന്ദേശം സ്വീകരിക്കേ.
കാന അലാ റബ്ബിക ഹത്മം മഖ്ലിയാ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ, അവസാനിപ്പിക്കാൻ ബിദ്അത്ത് കൊണ്ട് ദുനിയാവിലെ നേട്ടുള്ളൂ, ദുനിയാവിലെ നേട്ടുള്ളൂ, ആഖിറത്തിൽ നേട്ടല്ല. അതുകൊണ്ട് നല്ലോണം ചിന്തിക്കുക. നിങ്ങൾക്കറിയോ, ഇപ്പൊ മലപ്പുറത്തൊക്കെ കിടക്കണ ഈ സ്വലാത്ത് വാർഷികം ഉണ്ടല്ലോ, അതൊക്കെ സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ ഹുബ്ബുർ റസൂൽ പറഞ്ഞിട്ടാണ്? അല്ല. ഒരു കൊല്ലം ഇവിടുന്ന് പോകുന്ന മുഴുവൻ സുന്നികളും മലപ്പുറം സലാത്ത് നഗറിൽ പൈസ കൊടുക്കാതിരുന്നു നോക്കി നിങ്ങള്. ഒറ്റ കൊല്ലോ. എന്നാ അടുത്ത കൊല്ലത്തെ സലാത്തിന് ഖലീൽ തങ്ങളെ വല്ല ദക്ഷിണാഫ്രിക്കയിൽ പോയി കൂട്ടിക്കൊണ്ടിരുന്നു. ഫുലൂസ് കൊടുത്തിട്ടാ മക്കളെ, ചിക്കിളി സലാത്തിന് കൊടുത്തിട്ടാ. നിങ്ങൾക്ക് മനസ്സിലാക്കാം ഹുബ്ബുർ റസൂലാണോ ഹുബ്ബു ഫുലൂസാണോ? ഫുലൂസിനോടാ ഹുബ്ബ്. അത് മനസ്സിലാക്കണേ എന്ത് വേണമെന്നറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ജാറങ്ങളുണ്ട്, ഇവിടെ കുടിയുത്ത് മറ്റേതൊക്കെ, ഒരു പൈസയും കൊടുക്കാണ്ട് നോക്കി നിങ്ങൾ. അവിടെ ഒരു പൈസ ഇടാതെ നേർച്ചക്ക് നിറഞ്ഞ അല്ലാത്തെന്ന് പറഞ്ഞ ഒരു പൈസ ഇടാതെ ഒരു നേർച്ച കഴിഞ്ഞ് തിരിച്ചു പോന്നു നോക്കട്ടെ, ഒരു ദർഗയിൽ ഉറൂസ് കഴിഞ്ഞ് പോന്നു നോക്കട്ടെ, 2 കൊല്ലം ആ ഉറൂസ് നടക്കുന്ന ദർഗയിൽ പൈസ ഇട്ടിട്ടില്ലേ ഉണ്ടല്ലോ, അത് നടത്തിക്കൊണ്ടിരുന്ന കാർമി ഉണ്ടല്ലോ, ഓൻ തന്നെ തച്ചു പൊളിച്ചത്. എന്ത് പണ്ടാരത്തിന്റെ അത് ഒരു ഉറുപ്പിയും കിട്ടുന്നില്ല. മതി. കള്ളിച്ചാപ്പ് ഉണ്ടാക്കിയിട്ട് ഒരുത്തനും കള്ളുടിക്കില്ല, കള്ളിച്ചാപ്പ് അടിച്ചു പൊളിക്കൂലേ? 8 കാലി വല പോലെയാ ദർഗാന്ന അള്ള പറയുന്നത്. ആ 8 കാലി എന്തിനാ? ഒരു പ്രാണിനെയും കിട്ടിയിട്ടില്ല, ആ വല അവിടെ ഇട്ടേച്ച് വേറൊരു വല കിട്ടും. 8 കാലി സാധാരണ ചെയ്യലതാ. ഇത് നിങ്ങൾ പൈസ കൊടുക്കാണ്ട് 2-2.5 കൊല്ലം നിന്ന് നോക്കൂ, ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കാ. പിന്നെ നിങ്ങൾക്ക് അറിയാം നബീനോട് അവിടെ നോക്ക്, അവിടെ ഒരു നല്ല ഔലിയ കിടക്കുന്നല്ലോ, പണ്ടാരപ്പായി അയ്യ അവിടെ കിടന്നു, എനിക്ക് കിടന്നാലെന്താ കിടന്നില്ല എന്താ, എന്നെ വിറ്റായിരുന്നു ഇത്രയും കാലം ഞാൻ പൈസ ഉണ്ടാക്കി, ഒരു ഉറുപ്പിയും കിട്ടുന്നില്ല. അതുകൊണ്ട് അസ്സലാമു അലൈക്കും. ഈ ഒരു വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്തിട്ട് അടുത്ത വർഷം മുതൽ ഒരു ദർഗയിലും പൈസ വാങ്ങൂല. നിങ്ങൾ ഉസ്താദുമാരെ കൊണ്ട് ധൈര്യണ്ട് യുവാക്കളെ, നിങ്ങളൊന്ന് തീരുമാനിക്കും. 2 കൊല്ലം കൊണ്ട് ടക്ക് ടക്ക് സലഫി പ്രസ്ഥാനം പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊക്കെ ഫുലൂസാൻ. ഞങ്ങൾ നിങ്ങളോട് പറയുന്നതറിയോ, വമാ സഅലുകും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ലോകൈകനാഥനായ റബ്ബിന്റെ വജ്ഹല്ലാത്ത ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കില്ല. നിങ്ങൾ ഒരു ഉറുപ്പിയും ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്കറിയോ, ഈ ചാക്കൻകടവില് കോഴിക്കോട് ടൗണില് എന്റെ സ്റ്റേജ് കയ്യേറി സുന്നികള് എന്തിനായിരുന്നു എന്നറിയോ? അബ്ദുൾ റഷീദ് സക്കാഫി പത്തപ്പിരി അവിടെ വന്നിട്ടൊരു മുഖാമുഖം നടത്തി, 3 സക്കാഫിമാർ. അതിൽ ഈ റഷീദ് സക്കാഫി അവസാനം പറയാ പ്രസംഗത്തില്, ഞങ്ങൾക്ക് സക്കാത്തിന്റെ പൈസ ഒന്നുമില്ല, ഞാൻ കാറ് പിടിച്ചാ വന്ന് നിങ്ങളെ പോക്കറ്റിലൊക്കെ ഉള്ള വലിയ വലിയ പൈസ അങ്ങോട്ട് തരി, ഞങ്ങൾക്ക് പൈസ തോനെ വേണോ? ഈ ക്ലിപ്പിംഗ് ഇടാൻ നോക്കിയപ്പോൾ എന്റെ സ്റ്റേജ് കയ്യേറി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മനുഷ്യന്മാര് പൈസ. എന്നിട്ട് ഇനിയിപ്പൊ നോക്ക്, ഞാനിപ്പോ കൊണ്ടോട്ടി കാറ് വിളിച്ചാ വന്നെന്ന് വിചാരിക്കുക, ഞാൻ സ്വകാര്യമായിട്ട് കാദർഭായിനോട്, കാദർഭായി 600 റുപ്യ കാറിന് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതെങ്കിലും നിങ്ങൾ തന്നേക്ക്, വേറൊന്നും എന്ന് ഓരോട് പറയാം. ഞാൻ കാറിലാട്ടോ വന്ന്, കേൾക്കുന്നവരൊക്കെ കീശയിലുള്ള വലിയ പൈസ അങ്ങോട്ട് തന്നോളീ. അത് തന്നെയാണ് നിങ്ങളെ മുസ്ലിയാർ. അത് നിങ്ങൾ നിഷേധിച്ച ഇവിടെ കൊണ്ടുവന്ന ക്ലിപ്പിംഗ് ഞാനിടും. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് പണ്ഡിത സമൂഹം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ സന്ദേശം മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നത്, ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ അതാണ് യഥാർത്ഥ വിജയം. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവിനെ റസൂലിനെ മുൻകടന്ന് നിങ്ങളൊരു കാര്യവും ചെയ്യരുത്. അതുകൊണ്ട് ഈ കൊണ്ടോട്ടിയിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളോടും, സഹോദരാ, ഒരു വെറുപ്പ് കൊണ്ടല്ല അത് പറയുന്നത്. ഇത്രയേറെ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ ബിദ്അത്തിലും ശിർക്കിലും ഖുറാഫാത്തിലും കൊണ്ടുപോയി ആപതിപ്പിച്ചത് കണ്ടപ്പോ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുള്ള ഖുർആനിന്റെ താക്കീതുകൾ വായിച്ചപ്പോൾ, പടച്ചവനെ, നരകത്തിലേക്കാണല്ലോ ഈ സമൂഹം നീങ്ങുന്നത് എന്ന അങ്ങേയറ്റത്തെ ദുഃഖത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിച്ചത്. നിങ്ങൾ ആരോടും ഒരു വെറുപ്പും സത്യമായില്ല. നിങ്ങളുടെ ആരുടെയും പെങ്ങളെ അല്ല ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് അമ്മോശന്റെയും മരുമോന്റെയും തമ്മിൽ ഒരു പോരും നമുക്കിടയിലില്ല. അങ്ങനത്തെ യാതൊന്നും നമുക്കിടയിലില്ല. നിങ്ങൾ ആരും എനിക്ക് 5 റുപ്യ തന്നിട്ടില്ല, ഞങ്ങളോട് ആരോടും 5 റുപ്യ വാങ്ങിയിട്ടില്ല. സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. മുജാഹിദ് പ്രസ്ഥാനം ഇതാ ഈ ജനുവരി 31-ന് അങ്ങ് മലപ്പുറത്തിന്റെ മണ്ണിൽ അങ്ങ് ചെങ്ങരംകുളത്തൊരു ചരിത്രത്തിന്റെ ഭാഗമായി തീരുമ്പോ
4 ദിവസത്തെ സമ്മേളനം കേരളത്തിലെ മനുഷ്യരുടെ ഒഴുക്ക് കൊണ്ട് മാത്രമല്ല, വിഷയാവതരണങ്ങൾ കൊണ്ടും അവിടുത്തെ പ്രമേയം കൊണ്ടും അവിടുത്തെ പ്രോഗ്രാം കൊണ്ടും ജനമനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിക്കുമ്പോ പരലോകത്തെ കുറിച്ച് പറയുന്ന, തൗഹീദിനെ കുറിച്ച് പറയുന്ന, മനുഷ്യ സമൂഹത്തെ പറ്റി പറയുന്ന, തീവ്രവാദത്തെ പറ്റി പറയുന്ന, ഇസ്ലാമിന്റെ മുഴുവൻ മേഖലകളെയും കൃത്യമായി വിശദീകരിക്കുന്ന, ആധുനിക കാലഘട്ടത്തിലെ ജിഹാദിന്റെ ഇസ്ലാമിക മാനം വിശദീകരിക്കുന്ന മഹാസമ്മേളനമാണ് അവിടെ നടക്കാനുള്ളത്. യുവാക്കളെ, ജീവിതം ഒരു സൗഭാഗ്യമാണ്. യുവാക്കളെ, ആ സൗഭാഗ്യമായ ജീവിതത്തെ തള്ളിക്കളയരുത്. ആ ജീവിതത്തെ ഫലപ്രദമായി ഉപയോഗിക്കണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ഉപയോഗിക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. സർവാദിനാഥനും സർവജ്ഞനും സർവ്വലോക പരിപാലകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി ജീവിച്ച്, സത്യത്തിന് വേണ്ടി മരിച്ച്, സത്യത്തിന് വേണ്ടി ഉയർത്തി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു പ്രബോധനം ഫലപ്രദമായി തീരുമാറാകട്ടെ. ജനമനസ്സുകളിൽ ചിന്തയുടെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരം സംരംഭങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഗ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിയ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.